സെക്ഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാർച്ചിൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയി. ഇവിടെ ഇവന് അഡ്മിഷൻ കൊടുക്കത്തില്ല. സത്യം പറയുന്നത് ഭയങ്കര ഹേർട്ടായി. എൻ്റെ പേര് വാസുദേവനാണ്. അമൽദേവൻ്റെ അച്ഛനാണ്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ ആദിത്യ മോള്, രണ്ടാമത്തെ ആളാണ് അമൽ. LKG മുതൽ LKG UKG എന്ന CBSE സ്കൂള് കോരത്തോട് സെൻറ്റ് ജോർജ് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. ശേഷമാണ് കോരത്തോട് C കേശവൻ മെമ്മോറിയൽ സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് 1ാം ക്ലാസ് മുതൽ പഠിച്ചത്. എന്തുവല്ല പഠിത്തത്തിൽ ഒരു 5ാം ക്ലാസ് വരെ പുള്ളി ഒരു നല്ല പഠനമായിരുന്നു. ആ 5ാം ക്ലാസ് ശേഷം പുള്ളിക്ക് ഇച്ചിരി പഠിത്തത്തിൽ ശകലം ബാക്കിലേക്ക് വരികയും ഒരു 10ാം ക്ലാസ് ലെവലിൽ എത്തിയപ്പോഴത്തേക്കും പുള്ളി വീണ്ടും കുറച്ചും കൂടെ വിദ്യാഭ്യാസത്തിൽ മെച്ചം വന്നു. അത് കഴിയുമ്പോൾ 10ാം ക്ലാസ് മുതൽ പുള്ളി സ്കൗട്ടിൽ ചേരുകയും അപ്പോൾ ആ സ്കൗട്ടും ഇത് രണ്ടും കൂടെ പുള്ളിക്ക് പഠിത്തവും കൂടെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. എങ്കിലും +2-ന് സാരമല്ലാത്ത മാർക്ക് വാങ്ങി അദ്ദേഹം +2 ജയിച്ചു. അതുപോലെ +2 കഴിഞ്ഞ് ഇനി മുന്നോട്ട് പോകണമെന്ന് പുള്ളിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന കേരള എക്സിക്യൂട്ടീവ് ബോർഡിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജോലിയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ട്രേഡ് നമ്മൾ തിരഞ്ഞെടുക്കണം ഭാവിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക. എൻ്റെ ഒരു സജഷൻ പറയുകയാണ്, ഞാൻ പറയാം നീ ഒരു ഇലക്ട്രിക്കൽ മേഖല തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. പുള്ളി പഠിച്ചു വന്നത് വിഷയം സയൻസാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പുള്ളിക്ക് ഇച്ചിരി ആണെങ്കിൽ പോലും ചേച്ചിയെ വിളിച്ച് അഭിപ്രായം പറയും. ഞാൻ ചേച്ചിയും കൂടെ നേരത്തെ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് നോക്കാം, അവനോട് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയാണ് ഇങ്ങനെ ഈ ഒരു വർഷം +2 കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ 4 വർഷം വെറുതെ പോകും. കാരണം അവിടെ ആ ഒരു കാലഘട്ടം അങ്ങനെ കോളേജ് കാലഘട്ടം അറിയാമല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ പോകുന്നത് കൊണ്ട് ഒരു കാര്യം ചെന്നാൽ നീ ഒരു വർഷം ചുമ്മാ ഇരിക്കുകയാണ്, എൻട്രൻസ് പഠിക്കാൻ മതി. അപ്പോൾ ചേച്ചിയെ വിളിച്ച് നമ്മുടെ ഫോണിൽ അങ്ങനെ കോൺടാക്ട് ചെയ്ത് ചേച്ചിയാണ് ഈ അജിനോറ എൻട്രൻസ് അക്കാദമി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചേച്ചി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങൾ കണ്ടെത്തി പിന്നെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അവൻ പറഞ്ഞത് ഇങ്ങനെ അയച്ചു നമുക്ക് നോക്കാം, കിട്ടിയെങ്കിൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അജിനോറ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തത്. എന്തായാലും പുള്ളി ആ ഒരു വർഷത്തിലെ പഠനം വളരെ പറഞ്ഞ് ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഞാനിവിടെ വീട്ടിൽ കിടന്ന് എപ്പോഴും അമ്മയോട് തന്നെ വഴക്ക് വരുന്നത് പോയി കഴിഞ്ഞാൽ പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ടഫുള്ള കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴല്ലേ നമ്മുടെ ഒരു വിദ്യാഭ്യാസ പഠനമാകുന്നത്. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ പഠിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുറേ അധികം പുള്ളി പറയാൻ നമ്മൾ വിൽക്കേണ്ടി വന്നു. എങ്കിലും ആ പുള്ളി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനിടയ്ക്ക് പുള്ളിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. എങ്കിലും വേണ്ട ഉണ്ടായാലും അത് ഒരു 3-4 മാസം ഇരിപ്പായി. അതിനൊക്കെ മറികടന്നുകൊണ്ട് പുള്ളി രണ്ടാമത് പോയി ഇത് എൻട്രൻസ് എഴുതിയാണ്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എൻട്രൻസ് അക്കാദമിയിലെ അധ്യാപകന്മാരുടെ കൃത്യമായിട്ടുള്ള ശിക്ഷണവും അവരുടെ പഠനവും എന്നും ആഴ്ച മാസത്തിലേക്ക് ഒന്ന് വിളിച്ച് അമൽദേവനെക്കുറിച്ച് അമൽ നല്ല പഠിക്കണം ടീച്ചർമാർ വിളിക്കുമായിരുന്നു. എന്നെ വിളിക്കില്ല, അമ്മയെ വിളിക്കുമായിരുന്നു. നേരെ മാസം ആഴ്ചയിലൊക്കെ വിളിക്കുമായിരുന്നു. ഇങ്ങനെ അമൽദേവ് പഠിക്കണം, മനസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മൾ എല്ലാവിധ ഹെൽപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവൻ മാത്രം ഇനി മനസ്സ് വെച്ചാൽ മതി. അങ്ങനെ പഠിച്ച് എന്തായാലും വേണ്ടില്ല നമ്മുടെ അജിനോറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകന്മാരുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ള എല്ലാവരുടെയും ഒരു കൃത്യമായ ഇടപെടൽ അമൽദേവിലുണ്ടായിരുന്നു. അമലിന് നല്ല ശാസന കിട്ടി. അവിടുന്ന് കൃത്യമായിട്ട് പഠിച്ച് അപ്പോൾ പുള്ളി ആദ്യം എഴുതി പുള്ളി കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അത് എഴുതിയെടുത്ത് അതിനുശേഷം NIT അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ കോഴിക്കോടാണ് കിട്ടിയത്. അതിനകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നു. നമ്മൾ അതിനകത്ത് ആ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ അതായത് അമൽദേവന് വേണ്ടി പ്രതിജ്ഞ അജിനോറ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം NIT പോലുള്ള ഒരു കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അഭിമാനകരവും അതോടൊപ്പം തന്നെ അവിടെ ചെന്നെത്തുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എത്തിപ്പെട്ടതിന് അതിനുവേണ്ട വഴിയൊരുക്കി തന്ന അജിനോറ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ബിനു, അമൽദേവിൻ്റെ അമ്മയാണ്. 1ാം ക്ലാസ് മുതൽ ഒരു 5ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് പിന്നെ ഉഴപ്പി 10ാം ക്ലാസ് ആയപ്പം പിന്നെയും നല്ല പഠിക്കാനൊക്കെ തുടങ്ങി. +2-ന്
60% മാർക്കോടെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആയത് വിഷയം എടുത്ത് പഠിച്ചത്. ഇവന് ഡിഗ്രിക്ക് പോകണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൽ ഇവിടെ അച്ഛനും ചേട്ടത്തിയും പറഞ്ഞ് അത് വേണ്ട, നമുക്ക് വേറെ എളുപ്പ ജോലി സാധ്യതയുള്ളൊരു കോഴ്സ് കണ്ടെത്തണമെന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കാര്യത്തെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്ത് വീട്ടിൽ. അത് ഞങ്ങൾ പാലായിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ച് അവിടെ കൂടുതൽ A+ ഉള്ളവരെ മാത്രം അവിടെ എടുക്കത്തുള്ളൂ എന്നൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. എൻ്റെ മൂത്ത മോള് നെറ്റിൽ സെർച്ച് ചെയ്ത് അജിനോയറിനെ പറ്റിയുള്ള ഒരു തീരും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അറിവ് നമുക്ക് കിട്ടിയത്. ഇടക്കാലം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് ഈ അജിനോറായിലിൻ്റെ ശിക്ഷണത്തിലും നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോകാൻ സാധിച്ചു. അതുപോലെ അതോടൊപ്പം തന്നെ ഈ NIT അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ലൊരു അഭിമാനമാണ് നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായത്. അതോടൊപ്പം അജിനോറായിൽ പഠിപ്പിക്കാൻ സഹകരിച്ച എല്ലാ ടീച്ചർമാർക്കും സാറുമാർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ആദിത്യ. ഞാൻ അമൽദേവിൻ്റെ ചേച്ചിയാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അമൽദേവ് KVക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. അതിന് ഏറ്റവും വലിയ താങ്ക്സ് കൊടുക്കുന്ന അജിനോറയ്ക്കാണ്. അപ്പം ഇവരത്ര പഠിത്തക്കാരനൊന്നും അല്ല, എന്നാൽ വേണമെന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരാളും കൂടിയാണ് എൻ്റെ അനിയൻ. അപ്പം അങ്ങനെ +2 ഒക്കെ എന്താ പറയുക കഷ്ടിച്ച് പാസ്സായിട്ട് ഇങ്ങനെ ഇരുന്നപ്പം എന്ത് ചെയ്യണം, വെറുതെ ഒരു ഡിഗ്രിക്ക് പോയി വെറുതെ സമയം കളയുന്നതിന് ഭേദം ഏതെങ്കിലും നല്ല കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പം അച്ഛനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ അങ്ങനൊരു ഫീൽഡിലോട്ട് നോക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഇത്രയും മാർക്ക് വെച്ചിട്ട് അവന് ഏതായാലും ഈ JEE ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു കീമൊക്കെ എഴുതി നമുക്ക് എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ ബേസിസിൽ നമ്മളൊരു അക്കാഡമിയിൽ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ ഇവൻ്റെ മാർക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇവന് അഡ്മിഷൻ കൊടുക്കത്തില്ല. സത്യം പറഞ്ഞത് ഭയങ്കര ഹേർട്ടായി. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളിലിരുന്ന് സെർച്ച് ചെയ്തു വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏതാണെന്ന്. അപ്പം അങ്ങനെ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അജിനോറ എന്ന് കണ്ടു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് എൻക്വയറി ചെയ്തു. എങ്ങനെയോ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരാഴ്ച എടുത്തില്ല, അതിനുള്ളിൽ അവിടെ പഠിക്കാനൊക്കെ ചേർന്ന് ഞാൻ പറഞ്ഞില്ല ഇവൻ പഠിക്കാൻ അറിയാം, പക്ഷേ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇവന് കുറച്ച് എന്താ പറയുക മടിയും അതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമൊക്കെ എനിക്കൊന്ന് ഒരു അജിനോറക്കാരിങ്ങനെ വീക്ക്ലി ടെസ്റ്റ് ഒക്കെ നടത്തുമല്ലോ. അപ്പോൾ ഈ വീക്ക്ലി ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പോലെ അവർ പബ്ലിഷ് ചെയ്യില്ല ഗ്രൂപ്പിലിങ്ങനെ. അപ്പോൾ ഈ അച്ഛൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെനിക്ക് ഇതൊക്കെ അയച്ചു തരും, നോക്കിയപ്പോൾ പഠിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അപ്പോൾ ലാസ്റ്റ് എന്തോ പയ്യെ ഒരു പകുതിയെ കഴിഞ്ഞപ്പോഴേക്കും പയ്യെ പഠിച്ച് ആ ഒരു ലിസ്റ്റിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു സന്തോഷം, അവന് വേണമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും, അവനൊരു ചിന്ത വന്നിട്ടുണ്ട് പഠിക്കണം എന്നൊക്കെ ഒരിത്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ആദ്യത്തെ എക്സാം എഴുതി JEEയുടെ. അവന് കിട്ടിയില്ല, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, പുള്ളി ആകെ ഡൗൺ ആയിരുന്ന് പിന്നെ കുറച്ചൊക്കെ ശേഷമാണ് അടുത്ത എക്സാം എഴുതുന്നത്. അപ്പം വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ച് അങ്ങനെ രണ്ടാമത്തെ എക്സാം എഴുതിയപ്പോൾ പുള്ളിക്ക് കിട്ടി. ഞാനാണ് ആ റിസൾട്ട് നോക്കിയിട്ട് ഇവൻ അയച്ചു കൊടുക്കുന്നത്, എടാ നിനക്ക് റിസൾട്ട് വന്നിടാ, നിനക്ക് കിട്ടിയിടാന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം വെറുതെ ഒരു നോർമലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അവിടെ ഒരു NIT പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അവനെ പ്രാപ്തനാക്കിയത് അജിനോറയാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് അജിനോറയോടും ഫാക്കൽറ്റീസിനോടും. അപ്പം അമലിനെ പോലുള്ള ആൾക്ക് NIT അഡ്മിഷൻ കിട്ടാൻ മെയിൻ കാരണം അജിനോറയാണ്. അപ്പോൾ അവിടുത്തെ അജിനോറ അക്കാഡമിക്കും അവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസിനും എൻ്റെ ഒരു ഫാമിലിയുടെയും നന്ദിയും സ്നേഹവും എന്നും ഉണ്ടാവും. അപ്പം അമൽദേവിനെ പോലെ ഒരാൾക്ക് മാർക്ക് കുറവാണെങ്കിലും അമൽദേവിനെ പോലെ ഒരാൾക്ക് അവിടെ NIT പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്താൻ സഹായിച്ചത് അജിനോറ അക്കാഡമിയാണ്. താങ്ക്സ് ടു അജിനോറ അക്കാഡമി. എൻ്റെയും എൻ്റെ ഫാമിലിയുടെ പേരിലും എന്നും നന്ദിയും സ്നേഹവും ഉണ്ടാവും. താങ്ക് യു അജിനോറ. ഹായ്, എൻ്റെ പേര് അമൽദേവ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മൂഴിക്കലാണ് എൻ്റെ സ്ഥലം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ. ഇതാണ് എൻ്റെ ചെറിയൊരു കുടുംബം. അച്ഛന് ചെറിയൊരു ജോലിയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ. അമ്മ ഹൗസ് വൈഫാണ്. ചേച്ചി PG പഠിച്ച് കഴിഞ്ഞു. ഞാൻ 1 മുതൽ 10 വരെ ഇവിടെ CKM സ്കൂളിലാണ് പഠിച്ചത്.
അവിടെ 10ലൊക്കെ ആയപ്പം ഞാൻ അത്യാവശ്യം ഉഴപ്പായിരുന്നു. എന്നാലും നല്ലൊരു മാർക്കോടെ ഞാൻ പാസ്സായി. അപ്പം +2ലും കോതൂര് തന്നെയാണ് പഠിച്ച് +1 +2. അവിടെ ഞാൻ സയൻസാണ് എടുത്തത്. കാരണം എനിക്കൊരു എൻജിനീയറിംഗ് പോകാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞപ്പം ഞാനൊരു എൻട്രൻസ്, അതായത് എൻ്റെ ചേച്ചി എനിക്ക് എൻട്രൻസ് അക്കാഡമി പറഞ്ഞു തന്നു, അജിനോറ. അപ്പോൾ അവിടെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പം അവിടെ എല്ലാം വിളിച്ചല്ലോ, ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. ആ എൻക്വയറിയൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് എൻട്രൻസ് അക്കാഡമി പറഞ്ഞു തന്നു, അജിനോറ. അപ്പോൾ അവിടെ ഒരു നമ്മൾ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അവിടെ എൻക്വയറി ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ അവർ നമ്മളെ 2 മണിക്കൂറപ്പോൾ അവർ നമ്മളെ കൊണ്ട് ഫോൺ വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും. അങ്ങനെ എനിക്ക് കേട്ടപ്പോൾ ഒരു ഇതായി, ഒരു എൻട്രൻസ് അക്കാഡമി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പം തന്നെ എനിക്ക് നല്ല രീതിക്കൊരു വെൽക്കമിങ് അവിടെ കിട്ടി. കാരണം അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അവർ തന്നെ നമുക്ക് ചെറിയ ക്ലാസ് എടുത്ത് തരും, എന്താ ഇവിടെ എങ്ങനെയാണ്, അങ്ങനെ ക്ലാസ്സൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ലോങ്ങിന് വന്നതുകൊണ്ട് എനിക്ക് അവിടെ ഹോസ്റ്റൽ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്തു. അതായത് ഹോസ്റ്റൽ അവരുടെ ഹോസ്റ്റലുണ്ട്, നമുക്കവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം. അങ്ങനെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. നമുക്കവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. എത്ര ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ 10 ആയാൽ പോലും നമുക്ക് എത്ര വേണമെങ്കിലും ക്ലിയർ ചെയ്ത് തരും അവർ. അതുപോലെ അത്രയ്ക്ക് സപ്പോർട്ടാണ് നമുക്ക് അവർ ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം എന്താണ് വീക്കിലി എക്സാം ഉണ്ട്, വീക്കിലി ടെസ്റ്റ് ഉണ്ട്, അതായത് MCQs. ഒരു വീക്കിൽ പഠിച്ച കാര്യം ആ നെക്സ്റ്റ് വീക്ക് മൺഡേ എക്സാം ഉണ്ട്. അതായത് ആ വീക്ക്, പിന്നെ ആ വീക്ക് പഠിച്ചത് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് നമ്മൾ ആദ്യം പഠിച്ച ഒരു വീക്കിൽ, രണ്ടാം പഠിച്ച വീക്കിലാണ് ചേർത്താണ് 3ാമത്തെ വീക്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വീക്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്യും. അതിലൊക്കെ അവർ അപ്പം അന്ന് തന്നെ നമുക്ക് റിസൾട്ട് പറയും. റിസൾട്ട് അവർ നോട്ടീസ് ബോർഡിലും റാങ്ക് അനുസരിച്ച് നോട്ടീസ് ബോർഡിലും. ഫസ്റ്റൊക്കെ എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു, അതായത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മാർക്ക് കുറവായിരുന്നു. നമ്മുടെ മാർക്കെല്ലാം അവർ റാങ്ക് അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാർക്ക്, അതൊക്കെ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ റാങ്ക് അനുസരിച്ച് ഇടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റാങ്കുള്ള ഒരു എക്സാമിൽ എഴുതാൻ, അതായത് JEE നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിനൊരു റാങ്ക് വെച്ചിട്ട് നമ്മളെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ റാങ്ക് വെച്ചാൽ അവർ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റിലേക്ക് അവസാനമായിരുന്നു. പിന്നെ ഇങ്ങനെ പതിയെ അവിടുത്തെ സപ്പോർട്ടെല്ലാം കാരണം, ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടും അവരുടെ സ്നേഹം എല്ലാം കാരണം നമ്മളിങ്ങനെ ലാസ്റ്റ് കടന്ന് ഞാൻ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് അതിന് റിസൾട്ടൊക്കെ വന്ന് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സെക്ഷനിൽ പോയി എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെ വലിയധികം മാർക്കില്ലായിരുന്നു. അതായത് NIT പഠിക്കാനുള്ളൊരു മാർക്ക് എനിക്ക് കിട്ടിയില്ല. അതിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം ഉദ്ദേശിച്ച ഒരു സബ്ജക്റ്റ് കിട്ടാനുള്ള മാർക്ക് അതിലില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡെസ്പായി, ഭയങ്കര വിഷമമായി. ഇനി എന്ത് ചെയ്യും, ഇനിയൊരു സെക്കൻഡ് ചാൻസും കൂടി ഉണ്ട്, അതിനും കൂടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ ഒരു വിഷമ രീതിയിലാവും. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു ജനുവരി അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരികയും പിന്നെ വീട്ടിൽ ഇരുന്നായി കാര്യങ്ങളൊക്കെ പഠിത്തം. അപ്പോഴും നമുക്ക് അവർ അജിനോറ എന്ന് പറഞ്ഞൊരു എൻട്രൻസ് അക്കാഡമിക്ക് ഓൺലൈൻ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. എന്നിട്ട് സെക്കൻഡ് സെക്ഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാർച്ചിൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയി. 2 ആഴ്ച ഞാൻ ആശുപത്രിയിലായി. കുറച്ച് സീനായിരുന്നു. എന്നാലും എനിക്ക് ഏപ്രിൽ എക്സാം ഉണ്ട്. എന്നാലും ഞാൻ ഈ മാർച്ചിൽ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഏപ്രിൽ എക്സാം എഴുതി. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ആ എക്സാമിന് കിട്ടി. അതും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പോയി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതായത് എനിക്കിനി കിട്ടുമോ, പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ പോയി എഴുതിയപ്പം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് NIT അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിന് അവിടെ കിട്ടിയ ട്രിപ്പിളി. ആ ട്രിപ്പിളിയാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ആഗ്രഹമാണ് NIT പഠിക്കുക എന്നുള്ളത്. അതുപോലെ എൻ്റെ ആഗ്രഹമാണ് NIT പഠിക്കാനുള്ളത്. അങ്ങനെ എനിക്ക് NIT കിട്ടി. അതായത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അജിനോറയ്ക്ക് തന്നെ നൽകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് നല്ല രീതിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മോൻ NIT പഠിക്കുക എന്നുള്ളത് അവർക്കും പറയാൻ നല്ലൊരു അഭിമാനമാണ്. അങ്ങനെ പറയാൻ അതിനുവേണ്ടി കൂടുതൽ ശ്രമിച്ച അവിടെ അജിനോറിലെ ഫാക്കൽറ്റീസ്, അതായത് അജിനോർ മെമ്പേഴ്സ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ അവർക്ക് തരുന്നു. അതായത് എന്നെപ്പോലത്തെ ഒരു അവരുടെ സ്റ്റുഡൻറ്റ് എവിടെയൊക്കെയാണെന്ന് എന്നെ ഇവിടം വരെ എത്തിച്ച് അജിനോറയ്ക്ക് ഞാൻ വലിയൊരു താങ്ക്സ് പറഞ്ഞു. താങ്ക് യു അജിനോറ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സെറ്റിലാക്കണമെങ്കിൽ എഞ്ചിനീയറിങ്, ഡോക്ടർ, വേറെ മെഡിക്കൽ എന്ത് മേഖല ആയിക്കോട്ടെ,
അതിനെല്ലാം ഞാൻ പ്രിഫറൻസ് ചെയ്യുന്നത് അജിനോറയാണ്. അതായത് അജിനോറ എൻട്രൻസ് അക്കാഡമിയിലാണ് ഞാൻ പ്രിഫറൻസ് ചെയ്യുന്നത്. എന്നെപ്പോലെ സാധാരണക്കാരന് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇത് പറ്റും. ഞാൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തു, അതുപോലെ നിങ്ങൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് റിസൾട്ട് മേടിക്കും. അതിനെല്ലാം ഈ അജിനോറ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്.